സ്വർണം കൊണ്ട് പള്ളി പണിയുന്നവനല്ല, ഒരു മനുഷ്യ ജീവനെയെങ്കിലും ദുരിതങ്ങളിൽ നിന്നും കരകയറ്റാൻ കഴിയുന്നവനാണ് സ്വർഗരാജ്യത്തിന്റെ അവകാശിയാവുന്നത്. ഒരു കാലത്ത് മരിക്കണവരെ അച്ഛൻ ഞാൻ മറക്കില്ല. ഇതാണ് ജീവിതം. നിങ്ങൾ ചിന്തിച്ചോണം. നിരങ്ങി വേണം ഇവർക്ക് മുന്നോട്ട് പോകാൻ. ബാത്റൂമിൽ പോലും പോകാൻ അവധില്ല ഈ ചേച്ചി. ഇവരുടെ വീടിന്റെ അവസ്ഥ വല്ലാത്ത ഒരു അവസ്ഥയാണ്. ഇടിഞ്ഞു വീഴാറായ വീടാണിത്. ഇവർക്ക് ബാത്റൂം ഇല്ല, വെള്ളമില്ല, കഥയില്ല. പാവണ്ട് ഇത് പറയുന്ന കേട്ടോ, 21 വയസ്സുള്ള കൊച്ചു പറയുന്ന കേട്ടോ, ഇതാണ് അച്ചായ ഞാൻ പോകുന്ന ബാത്റൂം. കഥകില്ല, ഒന്നുമില്ല. ഒരാൾ കരയുമ്പോ എന്റെ നെഞ്ച് കത്തും. മനസ്സിലായി? എനിക്കറിയാം വിഷമം കൊണ്ട് ആ കൊച്ചു കരയുന്നത്. ഇന്നലത്തെ ചോറാണോ കഴിച്ചത്? ഇന്നൊന്നും കഴിക്കാൻ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. എവിടെ വെച്ചാ ഉണ്ടാക്കുന്നേ? ഇതാണോ അടുപ്പ്? ഈ കാണുന്നതാണോ അടുപ്പ്? ഒരു മോക്കും പ്രായപൂർത്തിയായ ഒരു കുട്ടികൾക്ക് ഇനി ഇവിടുത്തെ അവസ്ഥ വരരുത്. മനസ്സിലായി? ആരും നോക്കിയില്ലേലും ഞാനുണ്ടാവും ഇവർക്ക്. എന്നാണ്ട് അമ്മച്ചിരിക്കുക? അമ്മച്ചി എന്തിനാ എണീക്കുന്നേ? അമ്മച്ചിരിക്കുക. വീടൊക്കെ ആയില്ലേ? സന്തോഷായോ? അതായത് നമ്മൾ പണിത 35ാമത്തെ വീടാണിത്. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ചെയ്തു. ഈ കൊച്ചിന്റെ അവസ്ഥയെല്ലാം നമ്മൾ അന്ന് കണ്ടതാണ്. കൊച്ച് ബാത്റൂം ഇല്ല എന്ന് പറയുന്ന ഇപ്പോഴും മനസ്സിലാക്കി കിടക്കുവാണ്. അങ്ങോട്ട് ഇറങ്ങി പോകുന്നു, ബാത്റൂമിന്റെ അടുക്കൊക്കെ പോകുന്നു. നിങ്ങൾ വിചാരിച്ചും കൂടിയില്ല. പണ്ടായിട്ട് എന്ത് പറഞ്ഞു, ഞാൻ ചാണാക്കുഴിയിൽ നിരങ്ങി ജീവിക്കണോളന്ന്. പക്ഷെ ഞാനന്ന് പറഞ്ഞു ചാണകക്കുഴി നിരങ്ങി ജീവിക്കേണ്ട ആളല്ല, നല്ലൊരു വീട്ടിൽ താമസിക്കേണ്ട ആളാണ്. പക്ഷെ അതുപോലെ തന്നെ നല്ലൊരു വീട് ഈ ചേച്ചിക്ക് നമുക്ക് പറ്റിയില്ല. ചേച്ചി കരയണ്ട. ചേൻ തന്നില്ലേ? സന്തോഷായില്ലേ? ഇവരുടെയൊക്കെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം. അയ്യോ കരയുന്നു പാവം. വാ നമുക്ക് വീട്ടിൽ കയറാം. വാ തുറക്കാം. നല്ലൊരു അടുക്കള നിങ്ങൾ കാണണം. നല്ല വീട് തന്നെയാണ് ഞാൻ പണിത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമ്മള് റൂമുകൾ 2 റൂമോളം തന്നെ നല്ല രീതിയിൽ തന്നെ പണിതു. ഈ ഒരു കൊച്ചിന് ഏറ്റവും നല്ലൊരു ബാത്റൂം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. നല്ലൊരു ബാത്റൂം, അതിന് തന്നെ ഞാൻ മുൻഗണന കൊടുത്തു. ഇത്രയും പ്രതീക്ഷിച്ചില്ല വെച്ചല്ലേ അമ്മ? സന്തോഷമായില്ലേ? ആൾക്കാർ എന്നിൽ കൂടുതൽ വിശ്വാസം അർപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ പറ്റുന്ന കാര്യം എന്താന്ന് ചോദിച്ചാൽ, പലരും എന്റെ പേര് സാമ്പത്തികമായിട്ട് തട്ടിപ്പ് നടത്താൻ നോക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. എന്റെ പേര് ക്യാഷിന് ആവശ്യമുണ്ട്, ക്യാഷ് തരാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ മെസ്സേജ് ചെയ്യുക. ഞങ്ങൾ ഉടനെ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട അവരെ കാര്യങ്ങളെല്ലാം അവർക്ക് വേണ്ട നടപടികൾ ചെയ്യുന്നതായിരിക്കും. ഒരാളും തട്ടിപ്പ് വീഴാതിരിക്കാൻ ഞങ്ങൾ ആരുടെയും ക്യാഷ് മേടിക്കാറില്ല. ഉറപ്പായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ പൊട്ടിപ്പൊളിഞ്ഞ് ഇടിഞ്ഞു പൊളിഞ്ഞ വീട്ടില്